ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം രൂക്ഷം. NK പ്രേമചന്ദ്രനും PK ഗുരുദാസനും കൊല്ലം മേയറും ചടങ്ങ് ബഹിഷ്കരിക്കും. ഭരണഘടനയെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC പ്രാർത്ഥനാ സംഗമം നടത്തും. വിവാദങ്ങൾ മൂലം ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടെന്ന് വെള്ളാപ്പള്ളി. അടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ 8 പേർ പിടിയിൽ. പെൺകുട്ടി നേരത്തെയും പീഡനത്തിനിരയായി. വീഴ്ച വരുത്തിയ DYSPയെ മാറ്റി. ദില്ലിയിൽ 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. കാലാവസ്ഥാ കരാറിന് പാരീസ് ഉച്ചകോടിയിൽ അംഗീകാരം. ആഗോളതാപനം 2 ഡിഗ്രി സെൽഷ്യസായി കുറയ്ക്കും. 195 രാജ്യങ്ങൾ ഭൂമിയെ രക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമെന്ന് ബറാക് ഒബാമ. ചരിത്രമെഴുതി സൗദി അറേബ്യയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്. 4 വനിതകൾ തെരഞ്ഞെടുക്കപ്പെട്ടു. മെക്കയിലും വനിതാ പ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വാഗതം ചെയ്ത് മനുഷ്യാവകാശ പ്രവർത്തകർ. ദേശീയ സ്കൂൾ കായികമേള നടക്കുമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. ദേശീയ കായിക മന്ത്രാലയവുമായി ചർച്ച നടത്തി. ഇടപെടുമെന്ന് സച്ചിന്റെ ഉറപ്പും. വേദി 2 ദിവസത്തിനകം തീരുമാനിക്കുമെന്ന് അഞ്ജു. ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കൊല്ലം MP NK പ്രേമചന്ദ്രനും MLA PK ഗുരുദാസനും പരിപാടി ബഹിഷ്കരിച്ചു. ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ലെന്ന് കൊല്ലം മേയർ V രാജേന്ദ്രബാബു അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെ അധ്യക്ഷനാക്കി പുതിയ പ്രോഗ്രാം പട്ടിക തയ്യാറാക്കി. രാഷ്ട്രീയക്കാരെ എല്ലാം ഒഴിവാക്കി അനാച്ഛാദനത്തിനുള്ള പുതിയ ഫലകം സംഘാടകർ സ്ഥാപിച്ചു. ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയത് സംസ്കാരശൂന്യമായ നടപടിയാണെന്നും പ്രധാനമന്ത്രിയുടെ അറിവോടെയാകാം ഒഴിവാക്കിയതെന്നുമാണ് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ച് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും പ്രധാനമന്ത്രിയെയും വെള്ളാപ്പള്ളി നടേശനെയും ഇക്കാര്യം അറിയിക്കുമെന്നും MP പറഞ്ഞു. BJPയുടെയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും അസഹിഷ്ണുതാ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ക്ഷണിക്കപ്പെട്ട ചടങ്ങാണെങ്കിലും പങ്കെടുക്കില്ലെന്നും PK ഗുരുദാസൻ MLAയും പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം തന്നെ പരിപാടി അറിയിച്ചില്ലെന്നും അനുവാദം വാങ്ങാതെയാണ് നോട്ടീസിൽ പേര് ചേർത്തതെന്നും കൊല്ലം മേയർ V രാജേന്ദ്രബാബു പറഞ്ഞു. പത്രസമ്മേളനം നടത്തിയതിന് ശേഷം അവർ പത്രസമ്മേളനത്തിൽ പത്രത്തിനാണെന്നുള്ള എൻ്റെ പേര് ഞാൻ കണ്ടു. അവർ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇതുവരെ തന്നെ ഒരു അറിയിപ്പ് എനിക്ക് തന്നിട്ടില്ല, ഒരു നോട്ടീസ് പോലും തന്നിട്ടുമില്ല. മുഖ്യമന്ത്രിക്ക് പകരം വെള്ളാപ്പള്ളി നടേശനാണ് അധ്യക്ഷ പദവി വഹിക്കുക. പ്രതിമയ്ക്കൊപ്പം സ്ഥാപിച്ചിരുന്ന ഫലകവും മാറ്റി സ്ഥാപിച്ചു. ഉമ്മൻചാണ്ടിക്ക് പുറമെ NK പ്രേമചന്ദ്രൻ MP, PK ഗുരുദാസൻ MLA, മേയർ രാജേന്ദ്രബാബു എന്നിവരുടെ പേര് ഒഴിവാക്കിയാണ് പുതിയ ഫലകം സ്ഥാപിച്ചിട്ടുള്ളത്. റിപ്പോർട്ടർ കൊല്ലം. വിഷയത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ NK പ്രേമചന്ദ്രൻ തുടങ്ങിയവർ. ആദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇന്ന് കൂടുതൽ വ്യക്തമാകുന്ന കാര്യം ഇത് BJPയുടെ ദേശീയ നേതൃത്വത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും താല്പര്യമായിരുന്നു എന്നുള്ളതാണ്. ഫലകത്തിൽ അടിച്ച സ്ഥിതിക്ക്, ക്ഷണിച്ച സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനാക്കണം എന്ന താല്പര്യം വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിച്ചപ്പോഴും അത് പറ്റില്ല എന്ന കർശനമായ നിലപാട് BJPയുടെ ദേശീയ നേതൃത്വം എടുത്തതായാണ് SNDP യോഗത്തിലെ വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു പിടിവാശി എന്തിനാണ് BJP സ്വീകരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിനകത്ത് ഒരു റോളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ SN ട്രസ്റ്റ്, ആ SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോഗ്രാമാണിത്. ഈ പ്രൈവറ്റ് പ്രോഗ്രാമിനകത്തേക്ക് ആര് പങ്കെടുക്കണം, ആര് പങ്കെടുക്കണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശവും അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു പരിപാടി പോലും വികസന നയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയോ ഇതുവരെ പങ്കെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിന്റെ ഭാരതത്തിന്റെ 3 ദിവസം മുൻപാണ് ഈ പരിപാടിയുടെ സംഘാടകർ കൊല്ലം പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തിയത്. അന്ന് വിതരണം ചെയ്ത നോട്ടീസിലും അധ്യക്ഷ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു. ആ നോട്ടീസ് പൊതുഭരണ വകുപ്പിന് നൽകിയതാണ്. പിന്നീട് ഏറ്റവും ഒടുവിലായുള്ള വിവരത്തിനായി PMOയിലേക്ക് നൽകി. അത് തിരിച്ചു വരുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഈ പരിപാടിയുടെ സംഘാടകർക്ക് അവരുടെ സ്വകാര്യ പരിപാടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വേണ്ട എന്നുണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ തീരുമാനിക്കാമായിരുന്നു. അത് അവസാന മണിക്കൂറിലേക്ക് വെക്കേണ്ടിയിരുന്നില്ല.
കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ? ഇത് സംഘാടകരുടെ താല്പര്യത്തെക്കാൾ അപ്പുറത്ത് മറ്റു ചില താല്പര്യങ്ങളാണ് എന്ന്. ഞാൻ അതിന് മറുപടി പറയാം മിസ്റ്റർ അഭിലാഷ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിച്ചില്ല. അതായത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്കും CPIM-ന്റെ ചില നേതാക്കന്മാർക്കും ഇന്ന് ഈ സംശയം ഉണ്ടാകാനുള്ള കാരണം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഉദ്ഘാടകനായിട്ട് നിശ്ചയിക്കണമെന്നുള്ള ഒരു ചർച്ച മുന്നോട്ട് വന്നപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന്റെ ഉദ്ഘാടനം കർമ്മം ചെയ്യേണ്ട, ഒരു വകുപ്പ് മന്ത്രി വരട്ടെ, ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് നടത്തട്ടെ എന്നുള്ള ഒരു ഗൂഢാലോചന നടത്താൻ കൂട്ടുനിന്നവർക്ക് ഇതല്ല, ഇതിലപ്പുറവും സംശയം തോന്നും. അത് ഏറ്റെടുക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത മിസ്റ്റർ വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനത്തിനുണ്ട്. ആ മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ള പ്രവർത്തകന്മാരുടെ അതിശക്തമായിട്ടുള്ള വികാരം, ആ വികാരത്തെയാണ് അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ? പിന്നെന്താണ് അതിൽ ഇത്രയും? ശരിയാണ്. BJP-യുടെ വിശദീകരണം തുടരുക. ശ്രീ NK പ്രേമചന്ദ്രൻ MP, താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളെ ആശംസാ പ്രാസംഗികനായി നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് പിന്മാറുന്നത്? ഈ രണ്ടാമത്തെ പുതുക്കിയ ഷെഡ്യൂൾ അനുസരിച്ചും താങ്കൾക്ക് മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനു ശേഷവും ആശംസാ പ്രാസംഗകൻ എന്ന റോൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല. കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അഭിമാനത്തിന്റെ പ്രതീകമാണത്. A or B. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും നോട്ടീസ് അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുത്താൽ ചില കേന്ദ്രങ്ങൾക്ക് അസ്വാരസ്യമുണ്ട് എന്ന് പറഞ്ഞ് വളരെ നികൃഷ്ടമായ നിലയിൽ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനും രാഷ്ട്രീയ പൈതൃകത്തെയും പോലും ചവിട്ടി മെതിച്ചുകൊണ്ട് നടത്തിയ ഈ പരിശ്രമം കേരള ജനതയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രിക്ക് അവമതിപ്പ് കൽപ്പിച്ച പരിപാടിയിൽ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ പങ്കെടുക്കുന്നതിന് ഒരു നീതീകരണവും ന്യായീകരണവും ഇല്ല. ഇത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് BJP-യുടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതിന് ശേഷം ഇതുപോലൊരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആവേശത്തോടുകൂടി പ്രതികരിക്കുന്ന BJP-യുടെ പ്രതികൾ ഏത് നിലയിലായിരിക്കും? സംസ്ഥാനത്ത് ഹർത്താലും ബന്ധും രാജ്യത്തെല്ലാം ഗുരുതരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുമായിരുന്നു. സത്യത്തിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ ഈ പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമായ മാർഗങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടത്? എന്ത് ന്യായീകരണമാണ്, യുക്തിസഹമായിട്ടുള്ള ന്യായീകരണമാണ് വിശദീകരിക്കാനുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതാണ്, ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഗതമായ വിദ്വേഷമോ പകയോ അല്ലെങ്കിൽ ശ്രീനാരായണീയ സമൂഹവും ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഏതെങ്കിലും കാര്യത്തിലുള്ള തർക്ക വിതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, SNDP-യും BJP-യുമായി രാഷ്ട്രീയ ധാരണയും സഖ്യവും ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ വളരെ മൃദു സമീപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പൊതുനിലപാട്. ഏതെങ്കിലും തരത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടോ SNDP-ക്കെതിരായിട്ടോ ഏതെങ്കിലും ഒരു പരാമർശം നടത്തി അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിലവാരമില്ലാത്ത രൂപത്തിൽ SNDP യോഗത്തോട് പ്രവർത്തിച്ചു എന്നൊരു ആക്ഷേപം SNDP യോഗത്തിനില്ല, SN ട്രസ്റ്റിനില്ല. ഈ അടുത്ത കാലത്ത് തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ന നിലയിൽ വ്യക്തിപരമായി SN ട്രസ്റ്റിന് നിരവധി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അനുവദിക്കുന്നതിൽ വളരെ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ്. അപ്പോ ഇപ്പോൾ ഒരു പുതിയ ന്യായവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നു. SN ട്രസ്റ്റിനകത്തും SNDP യോഗത്തിനകത്തുമുള്ള ഒരു വിഭാഗത്തിന്റെ വിദ്വേഷപരമായിട്ടുള്ള എതിർപ്പുണ്ടായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല എന്ന് മാത്രം അത് വസ്തുതാവിരുദ്ധമാണ്. BJP വളരെ വ്യക്തമല്ലേ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. റൈറ്റ്, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തുടരുക ശ്രീ NK പ്രേമചന്ദ്രൻ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസിന്റെ UDF-ന്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഈ പരിപാടി ബഹിഷ്കരിക്കുന്നത്. MLA ആയിട്ടുള്ള PK ഗുരുദാസനും CPIM-ന്റെ പ്രതിനിധിയായ കൊല്ലം മേയറുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ കേരള മുഖ്യമന്ത്രിയെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, മറിച്ച് സംസ്ഥാനത്തെ ആകെ അപമാനിച്ചു എന്ന കാഴ്ചപ്പാടാണോ നിങ്ങൾക്ക്? അല്ല, ഈ പരിപാടിയിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി RSS-ന്റെയും BJP-യുടെയും
അവരുടെ ഒരു ഏജന്റായി തരം താഴുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ശ്രീനാരായണ സമൂഹത്തെ, ശ്രീനാരായണ ധർമ്മത്തെ ഒക്കെ അപമാനിക്കലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അപമാനിച്ചെന്നുള്ളത് കേരളീയർക്കാകെ പ്രതിഷേധമുണ്ട്. അത് കോൺഗ്രസിന് മാത്രമല്ല, കേരളീയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രതിഷേധമുള്ളതാണ്. പക്ഷെ ആ പ്രതിഷേധത്തിന്റെ അപമാനിച്ചതിന്റെ തോതനുസരിച്ചുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് കാര്യത്തിൽ ഇപ്പോഴും പ്രതിഷേധിക്കാത്തത്, എനിക്ക് ദുഃഖമുണ്ട് വിളിക്കാത്തതെന്ന് മാത്രം പറയുക. ഇവിടെ ഈ SNDP യോഗത്തിലെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ ഇവിടെ കേരളത്തിലെ പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ്, അതുപോലെ തന്നെ CPM. അങ്ങനെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്ന ആ കക്ഷികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരുടെയൊക്കെ എതിർപ്പ് വന്നാലും വേണ്ടില്ല, RSSന്റെയും BJPയുടെയും പിന്തുണ ഉണ്ടായാൽ മതി എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഇതുവരെ ഞാനങ്ങനെ ഒരു RSSന്റെ ആളല്ല, BJPയുടെ ആളല്ല എന്നൊക്കെ പറഞ്ഞിടങ്ങളും അത് തെളിയുകയാണ് ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണീയരിൽ, വിശേഷിച്ച് SNDP യോഗത്തിന്റെ പ്രവർത്തകരിലൊക്കെ തന്നെ ശ്രീ വെള്ളാപ്പള്ളിയുടെ നിലപാടെന്താണ്, അദ്ദേഹം എവിടേക്കാണ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടി. ഇതിനകത്ത് തന്നെ SNDPയുടെ അകത്ത് തന്നെ വെള്ളാപ്പള്ളിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും. അല്ലാതെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്താൽ ആരാണ് പ്രതിഷേധിക്കുക? ഇവിടെയുള്ള കേരളത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും അത്തരത്തിൽ ഇതേപോലെ ഒരു ചടങ്ങിൽ ആർ ശങ്കറിന്റെ പ്രതിമ അനാവരണം ചെയ്യുന്ന ചടങ്ങിൽ പ്രതിഷേധിക്കാൻ അങ്ങനെ ഒരു സൂചനയെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളിലോ ഏതെങ്കിലും പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളിലോ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയൊക്കെ വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് പ്രതിഷേധം ചേർന്നത്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഈ ഉമ്മൻചാണ്ടി അത് പങ്കെടുക്കാൻ പാടും. ഉമ്മൻചാണ്ടി മാത്രമല്ല, ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് അസീസ്, അത് ഭരണമുന്നണിയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ഒരു മുസൽമാനും ക്രിസ്ത്യാനി ഇവരാണ് രണ്ടുപേർ, ഇവരകത്തപ്പെടേണ്ടെന്നുള്ളതാണോ ലക്ഷ്യം? അതാണ് താങ്കൾ ഉന്നയിക്കുന്ന ചോദ്യം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇത് ഈ പ്രതിമ അനാച്ഛാദന ചടങ്ങിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണഗതിയിൽ പ്രധാനമന്ത്രി സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ഇത് അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം കൂടിയാണ് എന്നോർക്കണം. സംസ്ഥാന ക്യാബിനറ്റിൽ തന്നെ അദ്ദേഹം പങ്കെടുക്കുകയും കേരളത്തിലെ മന്ത്രിമാർ അദ്ദേഹത്തോട് ആശയവിനിമയം നടത്തുകയും ഒക്കെ മുൻപുണ്ടായിട്ടുണ്ട്, വാജ്പേയിയുടെ കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ അവസരവും കിട്ടുന്നില്ല. അദ്ദേഹം പോകാൻ നേരം വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് 5 മിനിറ്റ് നേരമാണ് കേരളത്തിലെ മന്ത്രിമാർക്ക് അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ ലഭിച്ചിട്ടുള്ളത്. അതുതന്നെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ എല്ലാവരും ഹസ്തദാനം കൊടുക്കുമ്പോഴേക്ക് കഴിഞ്ഞു പോകും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇത് കേരളത്തോട് ഇങ്ങനെ മതി എന്ന സമീപനം കൊണ്ടാണോ? നമ്മുടെ രാജ്യത്ത് ചില കീഴ്വഴക്കങ്ങളും ചില ചട്ടങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ആ കീഴ്വഴക്കങ്ങളുടെയും ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ സംഭവവികാസങ്ങൾ. ആ സംഭവവികാസങ്ങൾക്ക് യാതൊരു വിശദീകരണവും നൽകാൻ കഴിയാത്ത BJPയുടെ നേതാക്കന്മാർ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്ന് സ്വയം അപഹാസ്യരായിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ശ്രീ നരേന്ദ്രമോദി RSSകാരനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ശ്രീ നരേന്ദ്രമോദി സംഘപരിവാറാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ഒരൊറ്റ കാരണത്താൽ ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അംഗീകരിക്കുന്നു. ആ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ക്ഷണിച്ചത്. ഇത് SN ട്രസ്റ്റിന്റെ പരിപാടിയായി ഞാൻ കാണുന്നില്ല, ഇത് SNDPയുടെ പരിപാടിയായി ഞാൻ കാണുന്നില്ല, ഇത് വെള്ളാപ്പള്ളി നടേശൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ ആ കുടുംബ സംഗമത്തിൽ, വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബ സംഗമത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രിയെ ക്ഷണിക്കണമെന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു, അധ്യക്ഷനാക്കി, നോട്ടീസ് അച്ചടിച്ചു, അതിന്റെ കോപ്പി പ്രധാനമന്ത്രിക്ക് വരെ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തെ എന്തുകൊണ്ട് മാറ്റി? ആ മാറ്റാനുള്ള കാരണം ചില കേന്ദ്രങ്ങളാണ്. ആരാണ് ആ കേന്ദ്രം? അതറിയാൻ കേരളത്തിലെ പൊതുജന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. 1941 27 ഏക്കർ സ്ഥലം കൊല്ലം SN കോളേജിന് വേണ്ടി ശ്രീ സർ CP രാമസ്വാമിയർ കൊടുത്തത്. അന്ന് 29 ഏക്കർ കൊടുക്കുമ്പോൾ CPയുടെ ചെരുപ്പ് നക്കിയിട്ടാണ് ആർ ശങ്കർ ആ ഭൂമി വാങ്ങിച്ചതെന്ന് പറഞ്ഞു. ആ 949 ലഭിച്ച ഭൂമിക്ക് പട്ടയം കൊടുത്ത മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ പട്ടയം വിതരണം ചെയ്തത്. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രി ആയിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആ ഉമ്മൻചാണ്ടിയാണ് പട്ടയം കൊടുത്തത്. അപ്പോ പട്ടയം കൊടുത്ത മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഒരു കാരണമുണ്ടല്ലോ. കാരണം BJPയുടെ നേതാക്കന്മാർ അടക്കം SNDPയുടെ നേതാക്കന്മാർ അടക്കം പറയുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് മാറ്റിയത്. അത് മര്യാദയാണോ? ഫെഡറൽ സംവിധാനത്തിൽ ചേരുന്നതാണോ? ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണോ? പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ നിന്ന് മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കരുതെന്ന് പ്രധാനമന്ത്രിയുടെ പാർട്ടി പറയണമെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആളുകൾക്ക് പ്രതിമ സ്ഥാപിക്കുന്നു, അവർക്ക് അമ്പലം കെട്ടുന്നു. അതേസമയം എത്രയോ വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നിട്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാത്ത ആളുകൾ ഇപ്പോ സർദാർ വല്ലഭായ് പട്ടേലിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ SNDPയുടെ നേതാവല്ല ആർ ശങ്കർ, SN ട്രസ്റ്റിന്റെ നേതാവല്ല ആർ ശങ്കർ. ആർ ശങ്കർ SNDPയിൽ വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. എല്ലാവർക്കും അറിയാം. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പറാണ് അദ്ദേഹം. 44-ലാണ് SNDPയിൽ വരുന്നത്. അതിനു മുമ്പാണ് സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവായത്. അപ്പോ ഈ ആർ ശങ്കർ ഒരു ദേശീയ നേതാവാണ്. ആ ദേശീയ നേതാവിന്റെ വിലയും നിലയും കളഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ച് ഒരു സമുദായ നേതാവായി തരം താഴ്ത്തി അദ്ദേഹത്തെ അപമാനിക്കുന്ന ഈ നടപടിയോട് ആർക്കും യോജിപ്പില്ല. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇതുവരെയും കൃത്യമായി ഉത്തരം ലഭിക്കാത്ത ചോദ്യം, എന്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസും BJPയുടെ കേന്ദ്ര നേതൃത്വവും ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ദിവസം മുൻപ് പ്രഖ്യാപിച്ച് അന്തിമമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നോട്ടീസും അയച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സ്ഥലത്തെ MPയും MLAമാരും ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് എന്ത് കുഴപ്പം വരാനാണ്? നമ്മൾ ഫെഡറൽ സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ. സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ജന്മി കുടിയാൻ ബന്ധമൊന്നുമല്ല. പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്, ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും പ്രധാനമന്ത്രിയാണ്. അതിനപ്പുറത്ത് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി കാണുന്നത് എന്തിനാണ്? അങ്ങനെ സങ്കുചിതമായി കണ്ടതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അല്ല, ഇതിനെ രാഷ്ട്രീയമായി കാണുന്നത് ഇപ്പം മുതലല്ല, ഞങ്ങളല്ല രാഷ്ട്രീയമായി കണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരെ കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ജനപ്രതിനിധിയായിരിക്കുന്ന ഒരു വ്യക്തി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇതിനകത്ത് കൈയുണ്ട് എന്നാണ് പറഞ്ഞത്. ഏത് അന്വേഷണത്തെ തുടർന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണോ മിസ്റ്റർ പ്രേമചന്ദ്രൻ ഈ റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത്? അപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇവരാണ് അപമാനിക്കുന്നത്, അധിക്ഷേപിക്കുന്നത്. മാത്രവുമല്ല, രാജേട്ടൻ പറഞ്ഞു RSSകാരനാണ് പ്രധാനമന്ത്രി എന്നറിയാം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് അറിവുള്ളത് കൊണ്ടാണല്ലോ സാർക്ക് പ്രതിനിധി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പോലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കാൻ വന്നപ്പോൾ കേരളത്തിന്റെ നമ്മുടെ മുഖ്യമന്ത്രി ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചത് അത് RSSകാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ നിങ്ങൾക്കുണ്ടായ അസഹിഷ്ണുതയാണ്. പക്ഷേ അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് ഇടപെട്ടുകൊണ്ട് പറയുന്നത് ഈ പരിപാടിയിൽ നിന്ന് ഇങ്ങനെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണമെന്ന് എന്തിനാ പറയുന്നത്? അങ്ങനെ പറയുന്ന ആളല്ലല്ലോ. ജന്മി കുടിയാൻ ബന്ധമല്ല മിസ്റ്റർ അഭിലാഷ്. ചോദിച്ചത് മുഴുവൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചത് മുഴുവൻ കൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ് മിസ്റ്റർ മോഡി. എന്തെല്ലാം ചോദിച്ചു അതെല്ലാം കൊടുത്തു. റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി ചർച്ച നടത്തി, സബർമൻ പദ്ധതി കൊടുത്തു, 1000 കോടി ഫാക്ടിന് വേണം കൊടുത്തു, 34,000 കോടി രൂപ കേരള വികസനത്തിന് വേണ്ടി കൊടുത്തു, ഈ വിഴിഞ്ഞം കൊടുത്തു. ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ, ശശി തരൂരിന് അഭിവാദ്യങ്ങൾ. മാത്രം ഫ്ലക്സ് ബോർഡ് ഇറക്കുവാനുള്ള ഒരു മനോഭാവം കാണിച്ച കേരളത്തിലെ കോൺഗ്രസുകാരുടെ പാരമ്പര്യമല്ല ഞങ്ങളുടെ പാരമ്പര്യം. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ്. ആ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ ഈ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ ആരാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മാറ്റി നിർത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ? ഈ സൂചിപ്പിച്ച പദ്ധതിയൊക്കെ എന്തോ ഔദാര്യം കേരളത്തിന് നരേന്ദ്രമോദി കൊടുത്തതാണ് എന്നൊന്നും പറയല്ലേ. നമ്മൾ ഈ രാജ്യത്ത് എല്ലാ ഇടങ്ങളിലും തുല്യമായി നീതി വിതരണം ചെയ്യും എന്നാഗ്രഹിക്കുന്ന ആളുകളാണല്ലോ. കേരളത്തിന്റെ വിഹിതം കിട്ടണം, അത് ആരുടെയും ഔദാര്യമല്ല. ഇവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ചത് പിന്നെ ആരാണ് എന്ന് മനസ്സിലാകുന്നില്ല. ചില കേന്ദ്രങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയാതെ പറയുകയാണ്. SNDP യോഗത്തിൽ നേരിട്ട് കോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ
അവർ തന്നെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അവസാന നിമിഷം മുഖ്യമന്ത്രിയെ കൂടി ഉൾക്കൊണ്ടു പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ SNDP യോഗത്തിന് കേൾക്കാൻ ബാധ്യതയുള്ള ഏത് കേന്ദ്രം? അതാണ് അറിയേണ്ടത്. അല്ല, കേരളത്തിന് കിട്ടേണ്ടത് കിട്ടണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ജന്മി കുടിയാൻ ബന്ധമാണ് എന്ന് മിസ്റ്റർ അഭിലാഷ് പറഞ്ഞപ്പോൾ അതിന് ഞാൻ മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ചോദ്യം അതല്ല. ആരാണ് ഇതിൻ്റെ സംഘാടകർ? സംഘാടകന്മാര് കൃത്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? അതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. എവിടെ നിന്നാണ് ആ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ചർച്ച? ആ ചർച്ചയിൽ BJP എന്തിനാണ് കരിവാരി തേക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടുള്ളതായി ആർക്കും അറിവില്ല. എനിക്കും അതറിയില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അണികൾക്ക് രോഷമുണ്ടാകും എന്ന് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ അദ്ദേഹത്തിന്റെ സംഘടനയോ പറഞ്ഞതായും അറിവില്ല. തുടരുക ദയവായി. ശ്രീ NK പ്രേമചന്ദ്രൻ, ഇത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിന് മനഃപൂർവ്വം ചെയ്യണം? അങ്ങനെ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് നല്ലതുപോലെ ബോധ്യപ്പെടും. ആ രാഷ്ട്രീയം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്ക് നല്ലതുപോലെ ബോധ്യമുള്ളതാണ്. ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ ഉള്ളവർ പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ക്ഷണിക്കുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും BJPയുടെ കേന്ദ്ര നേതൃത്വവും അവരുടെ കൂടി അനുമതിയും സമ്മതവും ഇതൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്. കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രക്രിയ. ആ രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുന്നത് സാമുദായികമായ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കേരളത്തിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അത്തരമൊരു യോഗത്തിൽ അവർ സ്വാഭാവികമായും വിചാരിച്ചു അവരുടെ ഒരു പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്ന പുതിയ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെയും പ്രത്യേകിച്ചും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ ശ്രീ R ശങ്കർ ഉൾപ്പെടെയുള്ള ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരെ അനുസ്മരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം. അവരൊക്കെ ഹിന്ദുക്കളായതുകൊണ്ട് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇതാ ഒരു പുതിയ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി അങ്ങനെ ഒരു വലിയ അംഗീകാരം കൊടുത്തുകൊണ്ട് ആ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ സംരംഭം, അതിന്റെ പ്രഖ്യാപനത്തിന്റെ വേദിയായിരിക്കും ഇത് എന്നാണ് കേന്ദ്ര നേതൃത്വം. അത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പറഞ്ഞു നിർത്തോട്ടെ. ആ ഒരു രാഷ്ട്രീയ താല്പര്യമായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇപ്പോൾ കേരളത്തിൽ വരുന്നത് എക്സ്ക്ലൂസീവില് ഈ പരിപാടി പങ്കെടുക്കാനാ. അതിന്റെ ഭാഗമായി BJPയുടെ റാലി സംഘടിപ്പിച്ചു, സ്വാഭാവികമായും പങ്കെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രോഗ്രാം നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ അധ്യക്ഷനായി മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റുള്ളവരുടെ വേദിയിൽ വെച്ച് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രക്രിയക്ക് തുടക്കം കുറിക്കാൻ കഴിയുക? ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായും അത് തന്നെയാണ് ഈ പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം എന്നാണ് എന്റെ ബലമായിട്ടുള്ള വിശ്വാസം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ പൈതൃകത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യണം. മുൻപ് പലയിടങ്ങളിലും ചെയ്തതുപോലെ R ശങ്കറിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണം. വലിയ അവഗണന അദ്ദേഹം നേരിട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നേരിട്ടു എന്ന് വരുത്തണം. അത് വല്ലഭായ് പട്ടേലിൻ്റെ കാര്യത്തിലാകട്ടെ, എന്തിന് ഏറ്റവും ഒടുവിൽ BR അംബേദ്കറിൻ്റെ കാര്യത്തിൽ പോലും ചെയ്തതുപോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിനാണ് ഈ വേദി നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ മുഖ്യമന്ത്രി ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണോ? ഈ പ്രോഗ്രാം നോട്ടീസ് അയച്ചത് ഇന്നും ഇന്നലെയും അല്ലല്ലോ, അത് കുറെ ദിവസങ്ങൾക്ക് മുൻപല്ലേ അയച്ചത്. ആ പ്രോഗ്രാം നോട്ടീസ് അയച്ചതിന് ശേഷം നടന്ന സമത്വ മുന്നേറ്റ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFും UDFും എത്ര കടന്ന് മൃഗീയമായിട്ടാണ് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ പരിണിത ഫലമായിട്ടല്ലേ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെതിരെ 153 അദ്ദേഹത്തിനെതിരെയായിട്ട് ചുമത്തിയത്? അദ്ദേഹത്തെ ജയിലിലടക്കുമെന്ന് ആവശ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൈവിലങ്ങുമായിട്ട് സമാപിച്ചതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും
മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷത വഹിക്കുമെന്നായിരുന്നു ഇതിൻ്റെ സംഘാടകർ SN ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം പൊതുഭരണ വകുപ്പിന് കൊടുത്ത പ്രോഗ്രാം നോട്ടീസിലും മുഖ്യമന്ത്രി തന്നെയായിരുന്നു അധ്യക്ഷൻ. മാറ്റം വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. അതായത് PMOയിലേക്ക് ഈ നോട്ടീസ് ചെല്ലേണ്ട സമയമേ ആയിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു വന്നത് നിർത്തിയിട്ടില്ല. ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു ശേഷം തങ്ങളുടെ, അതായത് SNDP പ്രവർത്തകന്മാരുടെ ആരാധനായിട്ടുള്ള മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശനെ ഈ രീതിയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തുണിയുരിഞ്ഞ് അധിക്ഷേപിക്കാൻ തീരുമാനമെടുത്ത ഒരു നേതാവ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും സാധാരണക്കാരായ SNDPയുടെ പ്രവർത്തകന്മാര് പ്രതികരിക്കും എന്ന് മിസ്റ്റർ വെള്ളാപ്പള്ളി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം കൺവേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഇത് വിഷയമുണ്ടാക്കാനല്ല. പക്ഷെ കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റ് പരിപാടിയിൽ, എന്ത് പ്രോട്ടോക്കോളാണ് ഇതിനകത്തുള്ളത്? ഒരു പ്രൈവറ്റ് പരിപാടിയിൽ വിളിച്ച ഒരു ചടങ്ങിൽ നിന്ന് അങ്ങ് വരണ്ട, അങ്ങ് മാറി നിൽക്കണമെന്ന് അതേ സംഘാടകർ തന്നെ അറിയിക്കുമ്പോൾ അത് ശരിയെന്ന് സ്വീകരിക്കേണ്ടതിന് പകരം മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു, അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമർത്ഥമായി ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ ചെയ്തത്? ഒന്ന്, ഇത് ഒരു പ്രോട്ടോകോൾ പരിപാടിയല്ല, SN ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്വകാര്യ പരിപാടിയാണ്. അവിടെ അവർ ഒരു രാഷ്ട്രീയ പ്രസംഗമോ രാഷ്ട്രീയ പരിപാടിയോ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാകും. നേരത്തെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചില മാറ്റം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ അത് അറിയിച്ചു. അങ്ങനെയാണ് വിശദീകരണം. അല്ല അഭിലാഷ്, ഇത് ശോഭാ സുരേന്ദ്രൻ വീണെടുത്ത് കിടന്ന വിദ്യ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കാരണം ഈ സംഭവ വികാസങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ അവർ കഴിയുന്നില്ല. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബ പരിപാടി തന്നെയാണ്, അതിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. കാരണം SN ട്രസ്റ്റ് ഒരിക്കലും ആർ ശങ്കറുടെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടില്ല, SNDP തീരുമാനിച്ചിട്ടില്ല. ഈ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പ്രൊഫസർ ശശിധരനും അതുപോലെ തന്നെ SNDPയുടെ പൂർവ്വകാല നേതാക്കന്മാരിൽ ഒരാളും ഇപ്പോൾ നേതാവായിരിക്കുന്ന ശ്രീ സുവർണകുമാറും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് SN ട്രസ്റ്റ് അല്ല, SNDP അല്ല, പ്രൊഫസർ ശശിധരനും സുവർണകുമാറുമാണ്. അത് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഹൈജാക്ക് ചെയ്തു. കൊല്ലത്ത് പോയി ആരോട് വേണേലും തിരക്കിക്കോ, SN ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മിനിറ്റ്സിൽ, SNDPയുടെ മിനിറ്റ്സിൽ ശങ്കർ സാറിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തായി കാണിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അതല്ല ഇവിടെ പ്രശ്നം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെ ക്ഷണിക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടില്ല. ക്ഷണിക്കാനൊരു കാരണമുണ്ട്. കാരണം ഈ SN കോളേജിന് 27 ഏക്കർ ഭൂമിക്ക് പട്ടയം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ CP രാമസ്വാമി അവർ കൊടുത്ത കുത്തകപ്പാട്ട ഭൂമിക്ക് പട്ടയം കൊടുത്ത മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു, അധ്യക്ഷനാക്കി, പ്രോഗ്രാമിൽ പേര് വെച്ചു. ആര് പറഞ്ഞിട്ടാ? ആരും പറഞ്ഞില്ല. അപ്പോൾ പേര് വെച്ചിട്ട് ആ നോട്ടീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അയച്ചു. അതിനുശേഷമാണ് മാറ്റം വന്നത്. എന്തുകൊണ്ട് മാറ്റം വന്നു എന്ന് ഇതുവരെ വെള്ളാപ്പള്ളി നടേശൻ വിശദീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ചില കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടു. ആരാണ് ഈ ചില കേന്ദ്രങ്ങൾ? അത് തന്നെയാണ് ഉത്തരം ആവശ്യമുള്ള ചോദ്യം. ദയവായി തുടരുക ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ ദയവായി തുടരുക. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷം കണ്ണീര് കുടിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഭരണപക്ഷത്തേക്കാൾ മുൻപിൽ പ്രതിപക്ഷമുണ്ട് എന്ന് അദ്ദേഹം സന്ദേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമായി വലിയ വിയോജിപ്പ്, വലിയ പ്രക്ഷോഭം അദ്ദേഹത്തിനെതിരെ നടത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി അവിടെ വേണമായിരുന്നു, വെള്ളാപ്പള്ളിയാണ് തെറ്റ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? രണ്ടും രണ്ടാണ്. രാഷ്ട്രീയമായി UDFന്റെ നേതാവായാലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾക്ക് ശക്തിയായ എതിർപ്പ് പലപ്പോഴും കാണിച്ചിട്ടുണ്ട്. പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല. ഇവിടെ അതല്ല പ്രശ്നം. ഒരു ഫെഡറൽ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയും പ്രോഗ്രാം നോട്ടീസ് അടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആ ക്ഷണിച്ചവർ ആരുടെ പ്രതിഷേധം കൊണ്ടാണ് പിന്നെ വരണ്ട എന്ന് പറഞ്ഞത്? ഈ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രധാനമന്ത്രി ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ സ്വകാര്യ പരിപാടിയാകട്ടെ, സർക്കാർ പരിപാടിയാകട്ടെ, ഇവിടെ സർക്കാർ പരിപാടിയുണ്ട് അദ്ദേഹം വരുന്നതിലൊക്കെ, ആ പരിപാടിക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയെ ഇതേപോലെ ക്ഷണിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
അല്പമെങ്കിലും ഈ ഭരണഘടനയോട് വിധേയത്വമുള്ള മാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹം അതിൽ ഇടപെടണ്ടേ? ഞാൻ വരുമ്പോൾ എൻ്റെ ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് മാറ്റി? അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നത് ഒരു ശരിയായ രീതിയാണോ? അദ്ദേഹം വേണ്ട അക്കാര്യം തീരുമാനിക്കാൻ. 2 ദിവസമായി ഇവിടെ പറഞ്ഞു നടക്കുന്നത് IBയുടെ റിപ്പോർട്ടുണ്ട്, ഇവിടെ അദ്ദേഹം വരുമ്പോഴത്തേക്ക് പ്രതിഷേധമുണ്ടാകുമെന്ന്. അങ്ങനെ IBയുടെ റിപ്പോർട്ടുള്ളതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്തെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന്. IBയുടെ റിപ്പോർട്ട് ആർക്കാ കിട്ടുക? സാധാരണഗതിയിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് കിട്ടുക മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ കിട്ടണം. മുഖ്യമന്ത്രി പറയുന്നത് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന്, IBക്കാർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെന്ന്. ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്? ശ്രീ വെള്ളാപ്പള്ളിക്ക് എങ്ങനെയാണ് ഈ IBയുടെ റിപ്പോർട്ട് കിട്ടിയത്? പിന്നെ SNDP യോഗമാണ് പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടിനെയൊക്കെ പ്രതിഷേധിക്കാൻ SNDP യോഗത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അതിനകത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുമായ ആളൊക്കെ ഉണ്ട്. BJPക്കാരും RSSകാരും SNDP യോഗത്തില്ല. കാരണം ശ്രീനാരായണ ദർശനങ്ങളും BJPയുടെയും RSSന്റെയും ദർശനങ്ങളും ഘടകവിരുദ്ധമാണ്. ഒരു ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് RSS BJPക്കാർ. ശ്രീനാരായണൻ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ നിന്നല്ല, ഹിന്ദുമതത്തിൽ വിശ്വസിച്ച ആളല്ല. അദ്ദേഹം ഒരു മതത്തിലും വിശ്വസിക്കാത്ത മതരഹിത ജാതിരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ വിശ്വസിച്ച ആളാണ്. അതിൽ വിശ്വസിക്കുന്നവരാണ് SNDP യോഗക്കാർ. ആ SNDP യോഗക്കാരെ അവരെയൊക്കെ വർഗീയവാദികളാണെന്ന് മുദ്ര കുത്താൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് അവർ BJP RSS ആണെന്ന് പ്രചരിപ്പിക്കരുത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വെള്ളാപ്പള്ളിക്കാകാം, ജനറൽ സെക്രട്ടറിക്ക് ആയിക്കൂടാ. അധ്യാരോപ ദർശനം, ബാലദർശനം, മായദർശനം ഉൾപ്പെടെയുള്ള ബ്രഹ്മജ്ഞാനത്തിന്റെ മകുടോദാഹരണമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന് എന്താണ് ഈ പറയുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട്? ഞാൻ ഒരു ജാതിയിലും മതത്തിലും പെടുന്ന ആളല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിളംബരം അതേ സംബന്ധിച്ചുണ്ട്. അതാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരിക്കാം മുഖ്യമന്ത്രിയെ മാറ്റി നിർത്താനുള്ള കാരണം? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം, ആ ചർച്ച നമുക്ക് തുടരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അതിനു മുൻപ് ശ്രീ ജേക്കബ് ജോർജ്, എന്തായാലും ഈ വിവാദത്തിന്റെ ഗുണഭോക്താവായി മാറിയിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. വലിയ തോതിൽ അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു. കേരളീയരുടെ ആത്മാഭിമാനത്തിന്റെ വിഷയമാണ് എന്ന തരത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വളരെയധികം വില കൊടുക്കുന്ന ഒരു സംഭവമായിപ്പോയി ഇത്. അതേസമയം വെള്ളാപ്പള്ളിയുടെ നിലവാരം വളരെ ഇടിഞ്ഞു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം വെള്ളാപ്പള്ളി ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു വരും എന്നൊരു ധാരണ ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് തകർക്കുക. ഇപ്പം ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ശിവസേനക്കാരോട് BJP കാണിച്ചതെന്താ? ശിവസേനയും ഒക്കെ ഒരു ഐക്യമായിട്ട് നിന്ന് മുന്നണിയായിട്ട് നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവസേനയെ പദം വരുത്തി, പരുവപ്പെടുത്തി, ചെറുതാക്കി, കൊച്ചാക്കി, വെടക്കാക്കി, ഒടുവിൽ അവരെ ഇഴഞ്ഞ് യാചിച്ച് ഒക്കെ വലിഞ്ഞു കയറുകയായിരുന്നു ഭരണത്തിലോട്ട്. അതേപോലെ വെള്ളാപ്പള്ളിക്ക് കിട്ടിയ ആദ്യത്തെ അടിയാണിത്. ഇത് നായന്മാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് സുകുമാരൻ നായർ ആ വഴിക്ക് പോകാഞ്ഞത്. BJP നേതാവ്, അന്ന് BJP നേതാവ് പ്രധാനമന്ത്രി AB വാജ്പേയി കോട്ടയത്ത് കുമരകം റെസ്റ്റ് ഹൗസിൽ 10 ദിവസം താമസിച്ചു. അന്നത്തെ ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെ, NSS ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെ കാണാൻ BJP നേതൃത്വം കിടഞ്ഞ് പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇപ്പം സുകുമാരൻ NSSുമായിട്ട് ബന്ധമുണ്ടാക്കാൻ BJP നടത്തിയ ശ്രമങ്ങൾക്ക് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വഴങ്ങുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി വീണുപോയി. എന്ത് ചെയ്യാൻ? അതിൻ്റെ ഫലമൊക്കെ അദ്ദേഹം അനുഭവിക്കുന്നു. അതുകൊണ്ട് നേട്ടമുണ്ടാക്കിയത് ഇപ്പോൾ ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രിക്ക് ഒരു നേട്ടമുണ്ടായത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിലയും നിലയും കൂടിയിരിക്കുന്നു. കാരണം ഒരു കോൺഗ്രസ് നേതാവാണ് ആർ ശങ്കർ. കേരള സമൂഹത്തിന്, കേരള രാഷ്ട്രീയത്തിന് ഈഴവ സമുദായം സംഭാവന ചെയ്ത മികവുള്ള ഒരു നേതാവായിരുന്നു കേരള ചരിത്രത്തിൽ ആർ ശങ്കർ എന്ന അതികായനായ കോൺഗ്രസ് നേതാവ്. ആ കോൺഗ്രസ് നേതാവിനെ സംഘപരിവാർ, മരിച്ചവരെയൊക്കെ ഇങ്ങനെ സംഘപരിവാറിലേക്കും RSSലേക്കും ഒക്കെ ചേർക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ആർ ശങ്കറിനെ കൂടി RSS ആക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ വളരെ കൂടുന്നുണ്ട്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, അതുകൊണ്ട് BJPക്ക് എന്താണ് നേട്ടം?
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു VS-നെ പിന്നെയും ആളാക്കിയത് ഞാനാണ് എന്ന്. അങ്ങനെ VS അച്യുതാനന്ദനും ഇടതുപക്ഷത്തിനും നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ BJP ബാന്ധവം കൊണ്ടുണ്ടായി എങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഗുണഭോക്താവാകുന്ന അവസ്ഥയാണുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ എടുത്തു വയ്ക്കുന്ന കാലൊക്കെ ആ രീതിയിൽ എതിരാളികൾക്ക് ഗുണമുണ്ടാക്കുന്നതായി മാറുന്നുവെങ്കിൽ അതുകൊണ്ട് BJPക്ക് എന്താണ് കാര്യം? അത് അഭിലാഷേ, ഇപ്പം ഇവിടെ കേരളത്തിലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ചില ഹൈന്ദവ സമുദായങ്ങളെയൊക്കെ കൈക്കലാക്കാനാണ്. രാഷ്ട്രീയമല്ല അത് വർഗീയമാണ്, വർഗീയതയാണ്. അപ്പം വർഗീയമായ ജാതീയമായ നിലപാടുകളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും പ്രീണനങ്ങളിലൂടെയും ചില ജാതി സംഘടനകളെ കൂട്ടുപിടിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് കടക്കാനാണ് BJP ശ്രമിക്കുന്നത്. ഇവിടെ രണ്ട് മുന്നണികൾ ശക്തമായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP ഈ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അത് കേരള ജനതയെ എങ്ങനെ കൈകാര്യം ചെയ്യും? സ്വാഭാവികമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലും പൊതുവേ കാണുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിലുമൊക്കെ കാണുന്നത് ഇതിനെ ജനങ്ങൾ എങ്ങനെ കാണും? ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ സെക്യുലറിസം, മതേതരത്വം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതിൻ്റെ ഒരു വക്താവായി നിന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആർ ശങ്കർ. ഉപമുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും വഴിയൊരുക്കിയ ആളായിരുന്നു ആർ ശങ്കർ. SN ട്രസ്റ്റിലും അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി വെക്കാൻ വേണ്ടി ആവത് ചെയ്തു. അങ്ങനെയുള്ള ആർ ശങ്കറിനെ ഇപ്പോൾ തങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു BJP എന്നത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും നമുക്ക് ഇതേക്കുറിച്ച് വിലയിരുത്തേണ്ട കാര്യമില്ല. ജനങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട്. അതല്ലേ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ ജനങ്ങൾക്ക് വലിയ തോതിൽ അവമതിപ്പുണ്ടാകും. അങ്ങനെ BJPയെ സംബന്ധിച്ചോ RSSനെ സംബന്ധിച്ചോ കള്ളിക്കുള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ആളുകളല്ലല്ലോ ശ്രീനാരായണ ഗുരുവായാലും കുമാരനാശാനായാലും ആർ ശങ്കർ ആയാലും. ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നീക്കം നടത്തുന്നത് കൊണ്ട് കേരളം പോലെ ഒരു സമൂഹത്തിൽ ഗുണമല്ല ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെങ്കിലും ഒരു ഉദാഹരണമായി മുന്നിൽ വരേണ്ടതല്ലേ? നോക്കൂ അഭിലാഷ്, അതിനു മുൻപ് RSSന്റെ ഈശ്വരവിശ്വാസവും ശ്രീനാരായണ ഗുരുദേവന്റെ ഈശ്വരവിശ്വാസവും രണ്ടാണ് എന്ന് മിസ്റ്റർ ആനത്തലവട്ടം പറഞ്ഞു. അതെന്താ രണ്ട്? അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചു കൊടുത്തത്. ദേവീ ദേവന്മാരെ കുറിച്ചാണ് എഴുതിയത് അത്രയും ശ്രീനാരായണ ഗുരുദേവൻ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുബ്രഹ്മണ്യാഷ്ടകം മുതൽ മണ്ണന്തല ദേവീ സ്തോത്രം മുതൽ അതുപോലെയുള്ള ദർശനമാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഹൈന്ദവം എന്നോ ഹിന്ദു എന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളല്ല ശ്രീനാരായണ ഗുരു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമുക്ക് ജാതിയില്ല ഒരു വിളംബരം. ഇത് അദ്വൈത ആശ്രമത്തിൽ നിന്ന് 1091 ഇടവം 15 ശ്രീനാരായണ ഗുരു പുറപ്പെടുവിച്ച വിളംബരമാണ്. അത് പറയുന്നത് നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗ്ഗക്കാർ ഞാൻ അവരുടെ മതത്തിൽപ്പെട്ട ആളായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നറിയുന്നു. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിക്ഷ സംഘത്തിൽ ചേർന്നിട്ടുള്ളൂ എന്നും മേലിലും ചേർക്കുകയുള്ളൂ എന്നും വ്യവസ്ഥപ്പെടുത്തുന്നതാകുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ എനിക്ക് ജാതിയും മതവുമില്ല എന്ന് മാത്രമല്ല, ഇനി എനിക്ക് ശിഷ്യഗണങ്ങളായി വരാൻ പോകുന്ന ആളുകളും അതേ തരത്തിൽപ്പെട്ട ആളുകളായിരിക്കും എന്ന് എത്രയോ കാലം മുൻപ് പൊതുജന സമക്ഷത്തിലേക്കായി വിളംബരം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം മിസ്റ്റർ അഭിലാഷ്. അത് കേരളത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും അറിയാം. ഞാൻ പറഞ്ഞത് RSSന്റെ ഈശ്വരവിശ്വാസത്തെയും ഗുരുവിന്റെ ഈശ്വരവിശ്വാസത്തെയും മിസ്റ്റർ ആനത്തലവട്ടം തുലനം ചെയ്തതിലെ 0 മാർക്ക് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് സബ്ജക്റ്റ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയധികം കരയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മുഖ്യമന്ത്രിയുടെ തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചല്ലോ. എവിടെയായിരുന്നു ഇവരുടെ പ്രോട്ടോകോള്? ഓർമ്മയില്ലേ കേരളത്തിൽ? അപ്പൊ വിഷയം അതല്ല. വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതും ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടുന്നതും സഹിക്കാൻ വയ്യ രണ്ടു കൂട്ടർക്കും. അസഹിഷ്ണുതയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ,
നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതിൻ്റെ ശോഭ കെടുത്തുക എന്ന ഉദ്ദേശം ഈ വിവാദത്തിനുണ്ടോ? മുഖ്യമന്ത്രിയോട് സംഘാടകർ ഒരു അസൗകര്യം പറഞ്ഞു, അത് അദ്ദേഹം ഇങ്ങനെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതൊരു പൊതു ചർച്ചയാക്കണമായിരുന്നോ എന്നാണ് ഇപ്പോൾ BJPയും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരും ചോദിക്കുന്നത്. അഭിലാഷേ, ഈ പ്രധാനമന്ത്രി വരുന്ന ചടങ്ങിൻ്റെ ശോഭ കളഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്, അല്ലെങ്കിൽ അമിത്ഷായുടെ ഓഫീസാണ്. കാരണം പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുധാവനം ചെയ്യുക, മുഖ്യമന്ത്രി അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും അനുയോജ്യമായ സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങൾ ഒരാൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അയാൾ സ്വയം കൊച്ചാകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനകത്ത് പ്രധാനമന്ത്രിക്ക് ഇതിലെന്തെങ്കിലും ക്ഷീണം സംഭവിക്കുന്നുവെങ്കിൽ ആ ക്ഷീണം വടി കൊടുത്ത് അടി വാങ്ങിച്ചതിന് തുല്യമാണ്. ഞങ്ങളാരും പ്രധാനമന്ത്രിയെ ക്ഷീണിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണെന്നാണ്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തൽക്കാലം സാധിക്കാതെ വന്നത് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പ് കൊണ്ടാണ്. ആ ചില കേന്ദ്രങ്ങൾ ആരാണെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം പ്രധാനമന്ത്രി കൊച്ചായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ SN കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ SN ട്രസ്റ്റിൻ്റെ മെമ്പറാണ്. ഞാൻ മാത്രമല്ല, കൊല്ലത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും SN ട്രസ്റ്റിൻ്റെ മെമ്പറാണ്. എനിക്ക് SN ട്രസ്റ്റിൽ അംഗത്വം തന്നത് ശ്രീ R ശങ്കറിൻ്റെ മകൻ ശ്രീ മോഹൻ ശങ്കറാണ്. വളരെ പച്ചയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഈ 1949 ഈ കോളേജ് സ്ഥാപിക്കുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന വാക്കിൻ്റെ ഈ ആൽഫബറ്റിക് ലെറ്ററിൻ്റെ ആദ്യത്തെ അക്ഷരമായ ആ ഇ എന്ന് പറയുന്ന ഷേപ്പിലാണ് ശ്രീ R ശങ്കർ ഈ കോളേജ് വിഭാവന ചെയ്തത്. ആ ഇയിൽ നടുക്കലത്തെ വാലിൽ വരുന്ന എന്താ? അവിടുത്തെ കോളേജ് ഓഡിറ്റോറിയവും ലൈബ്രറിയുമാണ്. 17 വർഷക്കാലമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ പദവിയിലിരുന്നിട്ട് ശ്രീ R ശങ്കറിൻ്റെ ആഗ്രഹമായ ആ ലൈബ്രറി ഓഡിറ്റോറിയം പൂർത്തിയാക്കി. അതിന് R ശങ്കറിന്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. പോട്ടെ, നങ്ങ്യാർകുളങ്ങര TKMM കോളേജിന്റെ പേരെന്താ? TK മാധവൻ മെമ്മോറിയൽ. അത് ശ്രീനാരായണ കോളേജാണ്. കൊല്ലം SN കോളേജിന് പേര് R ശങ്കറിന്റെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്നാ വെള്ളാപ്പള്ളി നടേശന് R ശങ്കറോട് പ്രേമം ആരംഭിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇത് R ശങ്കറിനോടുള്ള പ്രേമം കൊണ്ടല്ല ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് നരേന്ദ്രമോദിയെ ഇവിടെ കൊണ്ടുവന്ന് ആളാകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ശരി, അതാണ് താങ്കൾ ആരോപിക്കുന്നത്. തുടരുക ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ ഫെഡറൽ സംവിധാനത്തോടുള്ള അവഹേളനം എന്ന് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കൾ ആവർത്തിക്കുന്നതിന് വേറെയും ഉണ്ടാകുമല്ലോ കാരണങ്ങൾ. എന്താണ് കേരളത്തോടുള്ള സമീപനം? ഈ കഴിഞ്ഞ ചതയത്തിന് മുഖ്യ അതിഥിയായി വന്നത് സാധ്വി നിരഞ്ജൻ ജ്യോതി എന്ന മന്ത്രിയാണ്. അവർ പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞത്, ഇതാ ഞാൻ ഒരു ഫുഡ് പാർക്ക് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടാൽ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടാൽ ഇനിയും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഇവിടെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭയും മുഖ്യമന്ത്രിയുമുണ്ട് ഇവിടെ. അവിടെ ആവശ്യങ്ങൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അതല്ലാതെ ഇവിടെ വെള്ളാപ്പള്ളി നടേശനോ വി മുരളീധരനോ ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തന്നേക്കാമെന്ന ഔദാര്യമാണ് ഈ കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് എന്നതുകൊണ്ടാണ് ഫെഡറൽ സംവിധാനത്തെ അവഹേളിക്കുന്നു എന്ന് പറയുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞല്ലോ, R ശങ്കറിനോട് വളരെ സ്നേഹമാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടിക്കും അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാർക്കും. ആ സ്നേഹത്തെക്കുറിച്ച് ഇന്ന് മിസ്റ്റർ ചെറിയാൻ ഫിലിപ്പ് എഴുതിയിട്ടുണ്ട്, വായിച്ചിരിക്കുന്നു ഞാൻ കരുതുകയാണ്. ഇതേ R ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നു. എന്നിട്ട് അദ്ദേഹം അച്ഛൻ അനുഭവിച്ചിട്ടുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. പട്ടയം കാത്തിട്ട് മിസ്റ്റർ ഉമ്മൻചാണ്ടി കൊടുത്തു. പട്ടയം എന്ന് പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് എടുത്തു കൊടുത്തതുപോലെയാണ്. അല്ല, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ എത്രയോ മുൻപ് കൊടുക്കേണ്ട പട്ടയം അത് കാലതാമസം വരുത്തി അവസാനം സൗകര്യമുള്ള സമയത്ത് കൊടുത്തിട്ട് ഇത് കോൺഗ്രസുകാരന്റെ ഔദാര്യമാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയണ്ട.
നരേന്ദ്രമോദിയുടെ വസ്തുവിറ്റ കാശ് കേരളത്തിന് ഇതുവരെ തന്നിട്ടില്ല. ഇന്ത്യയുടെ ഖജനാവിൽ നിന്നാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി തരുമ്പോ അത് ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന്, മിസ്റ്റർ ഉമ്മൻചാണ്ടി കൊടുത്താൽ അത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ നിന്ന് അല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ പണമാണ്, കേരളത്തിലെ ജനങ്ങളുടെ അധികാരമാണ്. ആ ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങനെ പട്ടയം കൊടുത്തുവെന്ന് വെല്ലുവിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർ ശങ്കർ ഹൃദയം പൊട്ടിയിട്ടല്ലേ മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ മരിച്ചത്? എന്താ മരിക്കാനുണ്ടായ കാരണം? 63-ാമത്തെ വയസ്സിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസുകാരുടെ കൂട്ടത്തിൽ മിസ്റ്റർ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, മിസ്റ്റർ വയലാർ രവി ഉണ്ടായിരുന്നില്ലേ? കാലം മാപ്പ് കൊടുക്കില്ല. മൺമറഞ്ഞു പോയ ആർ ശങ്കറിന്റെ പ്രതിമയ്ക്ക് അടുത്ത് നിൽക്കാനുള്ള യോഗം സാധിക്കില്ല. കേരളത്തിലെ മുഴുവൻ പൊതുജന സമൂഹത്തിനും അറിയാം ആർ ശങ്കറിന്റെ മരണ കാരണം എന്താണെന്ന്. അതുകൊണ്ട് അറിയാത്ത വിഷയങ്ങൾ ചാനലുകളിൽ വിളമ്പാൻ പാടില്ല. ആർ ശങ്കർ മരിച്ചത് ചിറയൻകീഴ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടില്ല. ചിറയൻകീഴ് ഇലക്ഷൻ നടന്നത് അതേസമയം അദ്ദേഹം മരിക്കാനുണ്ടായ കാരണം കോടതി കേസുകളാണ്. ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നയം വ്യക്തമാക്കാൻ തന്നെയാണ്. മനസ്സിലായില്ലേ? 3 ദിവസം മുൻപ് 6 ദിവസം മുമ്പ് കണ്ട ഉമ്മൻചാണ്ടിയെ അല്ലല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. ബിജു രാധാകൃഷ്ണൻ കാസറ്റ് പിടിക്കാൻ പോകുന്നു. എല്ലാ ചാനൽ മാധ്യമ പ്രവർത്തകന്മാരും കാസറ്റ് തരയാൻ വേണ്ടി പിന്നാലെ പോകുന്നു. ആ സീഡിക്കകത്തുണ്ടായിരുന്നതിനെ കുറിച്ച് മിസ്റ്റർ അച്യുതാനന്ദൻ പ്രസംഗിക്കുന്നു. ലജ്ജയുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് ചോദിക്കുന്നു. 6 ദിവസം മുന്നത്തെ മുഖ്യമന്ത്രിയെ അല്ല അതിനുശേഷം കണ്ടത്. ഒരുപക്ഷെ SNDPയുടെ പ്രവർത്തകന്മാർ തീരുമാനിച്ചിട്ടുണ്ടാകും ഉദ്ഘാടനത്തിന് നിൽക്കുന്ന സമയത്തെങ്ങാനും ആ സീഡി പൊട്ടിച്ചാടുമോ. അവർ വിചാരിച്ചാൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇത് ഫെഡറൽ കീഴ്വഴക്കങ്ങളുടെ നേരെയുള്ള ലംഘനമല്ല. ലംഘനമാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തരുത്. ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ പറയണം. എനിക്കിതിന്റെ ഉത്തരം പറയാൻ അറിയില്ല. ഇവിടുന്ന് ചാനല് കാസറ്റ് പിടിക്കാൻ പോയിട്ട് തിരിച്ച് ചാക്കിനകത്ത് തവളയുമായിട്ടാ വന്ന, കാസറ്റുമായിട്ടല്ല വന്ന്. തവള പിടുത്തക്കാര് പെട്രോൾ മാക്സുമായി പോയി വയലേലകളിൽ നിന്ന് തവള പിടിച്ചുകൊണ്ട് വരുന്ന പോലെ ഗ്യാസറ്റില്ലാതെ കാലിച്ചാക്കുമായിട്ടാണ് കോയമ്പത്തൂരിൽ പോയ ചാനലുകാർ തിരിച്ചു വന്നത്. എവിടെ പോയി? കേരളത്തിലെ മുഖ്യമന്ത്രിയോട് മാർക്സിസ്റ്റ് പാർട്ടിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയെ അപമാനിക്കാൻ അക്കാര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പൊതുജനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒറ്റക്കെട്ടാണ്. BJPയുടെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാൽ നരേന്ദ്രമോദിയെ നെല്ലിവെക്കാം. ദാർഷ്ട്യത്തിന്റെ വക്താവാണ് നരേന്ദ്രമോദി. അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തലയിൽ കെട്ടിവെക്കാൻ LDFും UDFും തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ സാധിക്കില്ല. ഒരാളാണ് ശ്രീ ജേക്കബ് ജോർജ്. BJP ഫലപ്രദമായി പല സംസ്ഥാനങ്ങളിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലും അതാകും ലക്ഷ്യം വെക്കുന്നത്. മുഖ്യമന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിൽ 35 മിനിറ്റ് നേരം പ്രധാനമന്ത്രിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടുകയും ചെയ്യും. കൊല്ലത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? 1, പിന്നാക്ക വിഭാഗങ്ങളുടെ ഐക്യം മുൻനിർത്തി. 2, ആർ ശങ്കറിനെ കോൺഗ്രസ് അവഗണിച്ചു എന്ന വാദം മുൻനിർത്തി ആ പൈതൃകത്തെ പിടിക്കുക എന്ന BJPയുടെ രാഷ്ട്രീയത്തെ ആകുമോ നമ്മൾ കാണുക? ഇപ്പോഴ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് അവർ ഈഴവ സമുദായത്തെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആദ്യം ശ്രീനാരായണ ഗുരു, ഇപ്പോഴിതാ ആർ ശങ്കർ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഞങ്ങളുടെ പഴയ ആളാണ്. ഞങ്ങൾ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടിരുന്ന, ഹിന്ദുത്വം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ആത്മീയ ഗുരു എന്ന് പറയുന്നു. ആർ ശങ്കർ ഈഴവരുടെ നേതാവ്. അദ്ദേഹം കോൺഗ്രസ് നേതാവെന്ന്, ഇപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് പറയും. കോൺഗ്രസിനും കേരള പൊതുസമൂഹത്തിനും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഉമ്മൻചാണ്ടി പറയും. ഒരുപക്ഷെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഉമ്മൻചാണ്ടി വരണ്ട എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിലൂടെ കേരളത്തിൽ ഈഴവ സമുദായത്തെ കൂട്ടുപിടിച്ച് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് എന്ത് നീക്കവും നടത്തട്ടെ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് രാഷ്ട്രീയമാണ്. പക്ഷേ ജാതി മത സമുദായങ്ങളെ പറഞ്ഞിട്ട് ജാതി സമുദായങ്ങളെ തമ്മിൽ അകറ്റി നിർത്തി അതിലൂടെ വിഷം വമിപ്പിച്ച് വെള്ളാപ്പള്ളിയെ കൊണ്ട് എന്തൊക്കെയാണ് പറയിപ്പിച്ചത്. BJP നേതാക്കൾ പറയാനൊന്നും പറയില്ല. BJP നേതാക്കൾ പറയാത്ത തരത്തിലുള്ള വിഷമാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് കേരള സമൂഹത്തിൽ ഇടിപ്പിച്ചത്. നൗഷാദിന്റെ കാര്യം മുതൽ ഇങ്ങോട്ട് എത്രയോ കാര്യങ്ങൾ വളരെ സങ്കടം തോന്നുകയല്ലേ. അങ്ങനെ കേരള സമൂഹത്തെ,
കീറിമുറിക്കാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തിയത്. അതിൻ്റെ പിന്നിൽ BJPയുടെ കേന്ദ്ര നേതൃത്വമുണ്ട്. ഇതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് നമ്മൾ പത്രക്കാരൊക്കെ വിളിച്ച് പറയുന്നു. എന്തൊക്കെയാണെങ്കിലും എന്താണ് ഈ എഞ്ചിനീയറിംഗിൻ്റെ ഫലം എന്നുള്ളത് ഏതായാലും ബീഹാറിൽ നമ്മൾ കണ്ടതാണല്ലോ ഈ എഞ്ചിനീയറിംഗിന് ഫലമില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ വിവാദം കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഉയരുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഉയരുകയല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഗ്രാഫ് ഉയരും. ജനങ്ങൾ ഇതിനെ പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. ഇതൊരു സാമാന്യ മര്യാദയ്ക്ക് ചേർന്ന പണിയാണോ? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു ചടങ്ങിന് അധ്യക്ഷനായി ക്ഷണിക്കുക, അതിനുശേഷം പറയുകയാണ് അത് വേറെ ചിലർക്ക് ഒത്തിരി അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് താങ്കൾ വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. കേരളത്തിലുള്ള ഈ SNDP ഈ ശ്രീ വെള്ളാപ്പള്ളിയും കൂട്ടരുമൊക്കെ പ്രവർത്തിക്കുന്ന കേരളത്തിലല്ലേ? ആ കേരളത്തിലുള്ള ഏതെങ്കിലും ജനങ്ങളത് അംഗീകരിക്കുമോ? ശ്രീനാരായണീയർ അത് അംഗീകരിക്കുമോ? ശ്രീനാരായണീയരെക്കുറിച്ച് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസംഗമുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, അവർക്കെതിരായിട്ട് ഹിന്ദുത്വം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കളെല്ലാം ഒരുമിക്കണമെന്ന് പറഞ്ഞ പ്രസംഗം ഇവിടെയും സ്പഷ്ടമാവുകയല്ലേ? ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുസൽമാനാണ് അസീസ്, അതുപോലെ മുഖ്യമന്ത്രി ഒരു ക്രിസ്ത്യാനിയാണ്. ഇവർ രണ്ടുപേരെയും മാറ്റി നിർത്തുകയല്ലേ? ആ പ്രസംഗത്തെ പറഞ്ഞു നടന്ന് മുഴുവൻ യാഥാർത്ഥ്യമാക്കാനല്ലേ ശ്രമിക്കുന്നത്. എൻ്റെ സഹോദരി ശോഭാ സുരേന്ദ്രൻ ഇവിടെ പറയുകയുണ്ടായി, ശ്രീനാരായണ ഗുരു ഏതോ ഹിന്ദു സന്യാസിയാണ് പോലും. അദ്ദേഹം ഹിന്ദു എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ജാതിയുടെ ആളായിട്ടില്ല. ജാതിരഹിത മതരഹിത സമൂഹം കെട്ടിപ്പടുക്കാൻ നിന്ന ആള് അദ്ദേഹത്തിന്റെ. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ വിശ്വസിക്കുന്നത്. അതിനെനിക്ക് എത്ര മാർക്കായാലും പറ്റിയാലും എനിക്ക് വിഷമമില്ല. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ ഹിന്ദുവാക്കാൻ പരിശ്രമിക്കുകയാണ്. ആ ഹിന്ദുവാക്കാനുള്ള പരിശ്രമത്തിന്റെ, ഹിന്ദുത്വവാദിയാക്കാനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഹൈജാക്ക് ചെയ്യാൻ പോകുന്നത്. ഹൈജാക്ക് ചെയ്യാൻ വന്നാൽ ഈ സമൂഹം, ഈ രാജ്യത്തെ മതേതര തത്വങ്ങൾ വിശ്വസിക്കുന്ന സമൂഹം അതിനെ വിട്ട്, ഞാനല്ലേ ഇപ്പൊ പറയാ, നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ അനങ്ങാതിരുന്നല്ലോ. സുരേഷ് ശോഭ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ അനങ്ങാതിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എടുക്കുന്ന അതൊരു അസഹിഷ്ണുത കൊണ്ടല്ലേ നിങ്ങൾ ആ നിലപാടെടുക്കുന്നത്? ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ, ഇവിടെ പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി കൊടുത്തെന്നാണ്. കേരളത്തിന്റെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്ന ഒരിക്കലുമില്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഈ ചർച്ചയിൽ ഏറ്റവും അധികം അവസരം തന്നത് താങ്കൾക്കാണ് എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഓരോ പോയിന്റിനും ഓരോ സമയം എല്ലാ തലങ്ങളും അനാവരണം ചെയ്യണം, എല്ലാ തലങ്ങളിലേക്കും വെളിച്ചം വീഴണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ചർച്ച. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ NK പ്രേമചന്ദ്രൻ.